Hi students, welcome to our maths class for standard 6 students. Let us continue the chapter 11, algebra. Today we are discussing algebraic expressions. We know that we use different kinds of arithmetic expressions such as 3 plus 4 into 5. We can evaluate this very easily. 3 is added to the product of 4 and 5. The product of 4 and 5 is 20 and 20 plus 3 is equal to 23. നമുക്കറിയാം അല്ലേ, algebraic arithmetic expressions നമ്മൾ ഒരുപാട് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അതൊക്കെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഉള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കൊണ്ട് നമ്മളിതിനെ നമ്പേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി cannot evaluate an algebraic expression while there is a fixed value given to the variable. For example, this 4x plus 5. We cannot simplify this as we can simplify this arithmetic expression as 23. This 4 into 5 is equal to 20 ആണ്. നമുക്കറിയാം 4 into 5 എന്ന് പറയുന്നത് 20 ആണ്. 20 യോട് 3 ആഡ് ചെയ്താൽ 23 കിട്ടും. പക്ഷേ നമുക്ക് ഇവിടെ 4x plus 5 എന്ന് പറയുന്നത് എക്സിന് ഒരു ഫിക്സഡ് വാല്യൂ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഈ എക്സ്പ്രഷനകത്ത് നമ്മൾ എക്സിന് ഒരു ഫിക്സഡ് വാല്യൂ കൊടുക്കാതെ നമുക്ക് ഈ എക്സ്പ്രഷനെ ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അതുവരെ നമുക്ക് ഇതിനെ 4x plus 5 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വേരിയബിളിനെ നമുക്ക് ഏതെങ്കിലും ന്യൂമറിക്കൽ കോഎഫിഷ്യന്റും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ ആഡ് ചെയ്തോ ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിരുന്നതാണ് algebraic എക്സ്പ്രഷൻ. ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു സിമിലർ ആണ് 14/5 - 2. ഇത് ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് 14/3 എന്ന് എഴുതാം. എന്ന് പറയുന്നത് പോലെ ഇതിനെ നമുക്ക് 4x plus 5നെ ഒരു വാല്യൂ കൊടുക്കാതെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയുള്ള എക്സ്പ്രഷൻസ് ആണ് 3y - 2/4. ഇതൊന്നും നമുക്ക് നേരെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. yക്ക് ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാം. ഈ ഫോർമേഷൻ ഓഫ് algebraic എക്സ്പ്രഷൻ, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നാൽ അതിനെ നമുക്ക് algebraic എക്സ്പ്രഷൻ ആക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു algebraic എക്സ്പ്രഷൻ എഴുതുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് algebraic എക്സ്പ്രഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. y plus 5 ഇറ്റ് ഈസ് an algebraic എക്സ്പ്രഷൻ. അതായത് ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട്, അതിനിടയ്ക്ക് ഒരു സിമ്പൽ ഉണ്ട്, ഒരു മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സിമ്പൽ ഉണ്ട്. നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, y ഈസ് ആഡഡ് ടു 5 അല്ലെങ്കിൽ 5 ഈസ് ആഡഡ് ടു y. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് 5 ഈസ് ആഡഡ് ടു y. ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫോം. അതിനെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ algebraic എക്സ്പ്രഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് y plus 5 എന്ന് പറയുന്നത്. അടുത്തത് t minus 7. നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, 7 is subtracted from t. 7 is subtracted from t. tയിൽ നിന്ന് നമ്മൾ 7 സബ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് t minus 7. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫോം ആണിത്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ algebraic എക്സ്പ്രഷൻ ആണ് t minus 7 എന്ന് പറയുന്നത്. അതുപോലെ 10 into a 10a എന്ന് പറയുന്നത് a multiplied by 10. a multiplied by 10. That is 10. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫോം ഇത് a multiplied by 10 എന്നുള്ളതിന്റെ algebraic എക്സ്പ്രഷൻ ആണ് 10 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 3x plus 2. അതായത് ഇവിടെ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. x എന്ന പറയുന്ന വേരിയബിളിനെ 3 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. ആ കിട്ടിയ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ആഡ് ചെയ്തു, 2 ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ 2 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 3 ആൻഡ് x. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഫസ്റ്റ് x multiplied by 3 and
2 is added to the product. അങ്ങനെ നമുക്ക് എഴുതാം ഇവിടെ 2 is added to the product of 3 and x അല്ലെങ്കിൽ 2 is added to 3 times x. ഒന്നുകൂടെ നമുക്ക് സിംഗിൾ ആയിട്ട് എഴുതാവുന്നത് 2 is added to 3 times of x. 2 is added to 3 times of x. Next, 5 is subtracted from twice y. 2 times y ക്കാണ് നമ്മൾ twice y എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫോം എന്താണ്? 5 is subtracted from twice y. Next, x by 3. X divided by 3. അത് നമുക്ക് ഒന്നുകിൽ 1/3 of x എന്ന് എഴുതാം. 1/3 of x അല്ലെങ്കിൽ x divided by 3 എന്ന് തന്നെ നേരിട്ട് കൊടുക്കാം. ഇനി അടുത്ത തന്നിരിക്കുന്നത് give expression for the following. അതായത് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രഷൻ, ഇപ്പൊ നമ്മളിവിടെ കുറെ എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫോം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ച് ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഫോം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ അതിന്റെ algebraic expression എഴുതുക. 12 subtracted from z. z ൽ നിന്ന് നമ്മൾ 12 സബ്ട്രാക്ട് ചെയ്യണം. അതെങ്ങനെ എഴുതും? z minus 12. Next, p multiplied by 13 അല്ലെങ്കിൽ 13 times of p എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? That's equal to 16p. y divided by 8. അതെങ്ങനെ എഴുതാം? y divided by 8 എന്ന് തന്നെ നമുക്ക് y by 8 എന്ന് എഴുതിയാൽ മതി. y multiplied by 10 and then 7 added to the product. അതായത് ആദ്യം നമ്മൾ 10 കൊണ്ട് y മൾട്ടിപ്ലൈ ചെയ്യുക. that is 10y. ആ പ്രോഡക്റ്റിനോട് 7 ആഡ് ചെയ്യുക plus 7. Next question, n multiplied by 2 and 1 subtracted from the product. 2 and n multiplication then minus 1. നമ്മൾ ഇങ്ങനെയാണ് algebraic expressions ഫോം ചെയ്യുന്നത്. നമുക്കറിയാം ഓരോ പ്രോബ്ലംസിനും കിട്ടുന്ന വാല്യൂസ് വ്യത്യാസമായിരിക്കും. അതായത് ഒരു എക്സിന് നമ്മളൊരു അതിന്റെ എക്സിന്റെ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. എക്സിന് നമ്മളൊരു വാല്യൂ കൊടുക്കണം. ഇപ്പൊ നമുക്കറിയാം y plus 5 എന്ന് പറയുന്നത് നമുക്ക് y plus 5 is equal to 7 ആണ് ഉണ്ടായിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കും yക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് അതിനോട് 5 കൂട്ടിയാൽ 7 കിട്ടുന്നത്. അപ്പം നമുക്ക് yയുടെ സ്ഥാനത്ത് 2 കൊടുത്താൽ 2 plus 5 is equal to 7. അതായത് yക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഇക്വേഷൻ ഇത് ഈക്വൽ സൈൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് ആ വേരിയബിളിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ അതായിരിക്കും അതിന്റെ സൊല്യൂഷൻ. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പം എന്താണ് ഞാൻ പറഞ്ഞത്? സൊല്യൂഷൻ ഇതിനൊരു ഫിക്സഡ് വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഒരു റീസൺ പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. സോ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം.